സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ തന്നെ രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപനവും എത്തിയിരുന്നു. ആദ്യ ഭാഗം പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തിയതിനാൽ തന്നെ വലിയ ആകാംക്ഷയിലാണ് പ്രേക്ഷകർ രണ്ടാം ഭാഗത്തിന്റെ വരവിനായി കാത്തിരുന്നത്. ആദ്യ ഭാഗത്തിന് എപ്രകാരം പ്രശംസകൾ ലഭിച്ചുവോ അത് തെല്ലും ചോരാതെ രണ്ടാം ഭാഗവും വൻ വിജയമായിരിക്കുകയാണ്. പ്രതീക്ഷകൾ ഏറെക്കുറെ കാത്തു സൂക്ഷിക്കുന്നതിൽ എഴുത്തുകാരനും സംവിധായകനുമായ ആദിത്യ ധറിന് സാധിച്ചുവെന്ന് പ്രേക്ഷകർ പറയുന്നു. 2.5 മണിക്കൂറുള്ള സിനിമകൾ പോലും കാണാൻ മടി കാണിക്കുന്ന പ്രേക്ഷകരുള്ള കാലഘട്ടത്തിലാണ് 3 മണിക്കൂർ 34 മിനിറ്റ് ദൈർഘ്യമുള്ള സ്പൈ ത്രില്ലർ ചിത്രം ദുരന്തറുമായി ആദിത്യ ധർ എത്തുന്നത്. മേക്കിങ്ങിലും തിരക്കഥയിലും അഭിനയത്തിലും സാങ്കേതിക മികവിലുമടക്കം ഗംഭീര പ്രതികരണമാണ് ചിത്രം നേടിയത്. ഒരു സിനിമ ഇറങ്ങിയാൽ അതിന്റെ രണ്ടാം ഭാഗത്തിനായി കുറഞ്ഞത് 1 വർഷമെങ്കിലും കാത്തിരിക്കണമെന്നിരിക്കെ കൃത്യം 3.5 മാസത്തിന് ശേഷം ദുരന്തർ 2 തിയേറ്ററുകളിലേക്ക് എത്തി. ചുരുക്കി പറഞ്ഞാൽ ആദ്യ ഭാഗത്തിന്റെ ഹാങ് ഓവർ പോലും മാറുന്നതിന് മുൻപ് തന്നെ 3 മണിക്കൂർ 49 മിനിറ്റ് ദൈർഘ്യവുമായി ദുരന്തർ 2 എത്തി. ഇടവേള കൂടി ചേർത്ത് നോക്കിയാൽ 4 മണിക്കൂറിൽ കുറയാതെയുണ്ട്. പക്ഷെ അവിടെയും പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ അവസാന ഫ്രെയിം വരെ പിടിച്ചിരുത്താൻ സംവിധായകന് സാധിച്ചു. രൺവീർ സിംഗിന്റെ തീപ്പൊരി പ്രകടനം പ്രേക്ഷകരും സിനിമാ നിരൂപകരും ഒരുപോലെ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം ചിത്രത്തിന്റെ മേക്കിംഗ്, തിരക്കഥ, കാസ്റ്റിംഗ്, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, BGM, VFX, വയലൻസ്, ആക്ഷൻ അങ്ങനെ ചിത്രത്തിലെ എല്ലാ മേഖലകൾക്കും വമ്പൻ പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. സ്യൂട്ടും കോട്ടുമൊക്കെ ധരിച്ച് കയ്യിൽ തോക്കുമായി എത്തുന്ന പതിവ് ബോളിവുഡ് ചാര കഥകളെ വലിച്ചെറിഞ്ഞിടത്താണ് ആദ്യം തന്നെ രണ്ടാം ഭാഗം വിജയിച്ചത്. ആദ്യ ഭാഗത്തിൽ 8 ചാപ്റ്ററുകളായാണ് കഥ പറഞ്ഞതെങ്കിൽ രണ്ടാം ഭാഗത്തിൽ 7 അധ്യായങ്ങളാണ് ഉള്ളത്. ഹംസ അലി മസാരിയുടെ ഭൂതകാലത്തിലേക്ക് പോകുന്ന സിനിമ തുടങ്ങി ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ വയലന്റ് മൂഡ് ഓണാവുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള അരമണിക്കൂർ പ്രേക്ഷകരെ ആകാംക്ഷയുടെ പീക്ക് ലെവലിൽ എത്തിക്കുന്നുണ്ട്. ശാശ്വത് സച്ദേവിന്റെ പാട്ടിന്റെ അകമ്പടിയോടെ എത്തുന്ന രൺവീർ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പഞ്ചാബ് സ്വദേശിയായ ജസ്കിരത് എങ്ങനെയാണ് പാകിസ്ഥാൻ ചാരനാകുന്നതെന്നും അയാളെ എങ്ങനെയാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് മേധാവി അജയ് സനിയൽ കണ്ടെത്തുന്നതെന്നുമുള്ള ആദ്യ ഭാഗത്തിലെ അവശേഷിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതോടെ ലഭിക്കുകയാണ്. എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ മുഴുവൻ സിനിമ തന്നെ കൈവിട്ട് പോകാമെന്നിരിക്കെ അത്രമേൽ ശ്രദ്ധയോടെയാണ് ആദിത്യ ധർ എന്ന സംവിധായകൻ കഥ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ ഓരോ കഥാപാത്രങ്ങളെയും വരച്ചിട്ടതുപോലെ രണ്ടാം ഭാഗത്തിലും 1-2 പുതിയ കഥാപാത്രങ്ങൾ ഗംഭീര പ്രകടനവുമായി എത്തുന്നുണ്ട്. മാത്രമല്ല ബഡേ സാബ് എന്ന കഥാപാത്രത്തിന്റെ സസ്പെൻസ് രണ്ടാം ഭാഗത്തിൽ അവസാനിക്കുകയാണ്. കൂടാതെ ചെറിയ അതിഥി വേഷത്തിൽ ഒരു ബോളിവുഡ് നടിയും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആദ്യ ഭാഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനമാണ് അക്ഷയ് ഖന്ന കാഴ്ചവെച്ചത്. ലിയാരി അധോലോകത്തിന്റെ രാജാവായിരുന്ന റഹ്മാൻ ഡക്കായിത്തായി അക്ഷയ് കാഴ്ചവെച്ച പ്രകടനം രണ്ടാം ഭാഗത്തിൽ ഇല്ലാതിരുന്നത് പ്രേക്ഷകരിൽ ഒരു നിരാശ വരുത്തിയിട്ടുണ്ട്. അസാമാന്യമായ അഭിനയവും ഓരോ സീനിലും അഭിനയിക്കുമ്പോൾ അഭിനയത്തിൽ വരുത്തിയിട്ടുള്ള നിയന്ത്രണവും രണ്ടാം ഭാഗത്തിൽ ഫ്ലാഷ് ബാക്കായി അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരുമെന്ന വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ഇത് മറികടക്കാൻ രൺവീർ സിംഗിനെ മാസ് ഇൻട്രോയൊക്കെ നൽകി കൊണ്ടുവന്നുവെങ്കിലും അക്ഷയ് ഖന്ന കോറിയിട്ട എപ്പിക് സ്വാഗ് അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ പ്രാധാന്യം അറിയുന്നത് കൊണ്ടാവാം രൺവീറോ ആദിത്യയോ അതിനുമേലൊരു മസാല ചേർക്കാൻ നോക്കിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ആദ്യ ഭാഗത്തിലെ അക്ഷയ് ഖന്ന അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രത്തിനുണ്ടായിരുന്ന ഗെറ്റപ്പ് ഈ ചിത്രത്തിലെ എതിരാളികൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോയത് ഒരു പോരായ്മയായി പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്കിലും മികച്ച ആക്ഷൻ രംഗങ്ങൾ ഈ കുറവ് ഒരു പരിധിവരെ മറികടക്കുന്നു. തീവ്രമായ മനുഷ്യാവസ്ഥകളിലൂടെയാണ് രൺവീറിന്റെ കഥാപാത്രം കടന്നുപോകുന്നത്. സ്വന്തം പിതാവ് കൊല്ലപ്പെടുകയും സഹോദരി ക്രൂരമായി കൂട്ടമാനഭംഗത്തിന് ഇരയാവുകയും ചെയ്ത 21-കാരൻ ജസ്കിരത് സിംഗ് രാഗിയുടെ നിസ്സഹായമായ വേദനയും ആത്മസംഘർഷങ്ങളും കൃത്യമായി തന്നെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ നടന് സാധിച്ചു. പാകിസ്ഥാനിലെ ലിയാരിയിലെ അധോലോകത്തിലേക്ക് കഥ മാറുമ്പോൾ രൺവീർ തന്റെ അഭിനയ പ്രതിഭയുടെ പൂർണ്ണമായ റേഞ്ച് തെളിയിക്കുന്നുണ്ട്. രൺവീറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമായി ഇത് അടയാളപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. ആദ്യ ഭാഗത്തിലേതുപോലെ തന്നെ എല്ലാ നടന്മാരും അവരവരുടെ വേഷങ്ങൾ കുറ്റമറ്റ രീതിയിൽ തന്നെ അഭിനയിച്ചു ഫലിപ്പിച്ചിട്ടുണ്ട്. മേജർ ഇക്ബാലായി എത്തിയ അർജുൻ രാംപാലും രൺവീറിനൊപ്പം നിൽക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. SP അസ്ലമായി വരുന്ന സഞ്ജയ് ദത്തിന്റെ അതിഥി വേഷവും പ്രശംസ അർഹിക്കുന്നുണ്ട്. അജയ് സനുവലായി വേഷമിട്ട R മാധവനും അധികനേരമില്ലെങ്കിലും മികച്ച പ്രകടനമാണ് സിനിമയിൽ കാഴ്ചവെച്ചത്. അതിനാലൊക്കെ തന്നെ ആദ്യ ഭാഗത്തിൽ എന്ന പോലെ ഇത്തവണയും കൃത്യമായ ആൾക്കാരെ കണ്ടെത്തുന്നതിൽ കാസ്റ്റിംഗ് ഡയറക്ടർ മുകേഷ് ഛാബ്രെ വിജയിച്ചു. UPയിലെ മുൻ ഗുണ്ടാത്തലവനും രാഷ്ട്രീയ നേതാവുമായ അത്തീഖ് അഹമ്മദിനെ ഓർമ്മിപ്പിക്കുന്ന അത്തീഫ് അഹമ്മദായി എത്തുന്ന സലീം സിദ്ദിഖി, മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ ഓർമ്മിപ്പിക്കുന്ന നവാബ് ഷഫീഖായി എത്തുന്ന മഷൂർ അംഡോഹി എന്നിവർ ഇതിന് ഉദാഹരണമാണ്. മുഴുനീള ആക്ഷൻ ചിത്രമായിരുന്നിട്ടും വൈകാരികമായ ഉള്ളുറപ്പ് കൊണ്ട് ആദിത്യ ധർ കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചു. ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ധർ കഥാപാത്രങ്ങൾക്ക് അടിത്തറയിടുകയാണ്. മൃദുല ഹൃദയർക്ക് ചിത്രത്തിന്റെ ക്ലൈമാക്സ് അല്പം കടുപ്പമായിരിക്കുമെങ്കിലും രാജ്യസ്നേഹികൾക്ക് അത് ആവേശമായിരുന്നു. ദുരന്തർ 2-ലെ മിക്ക കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നവരോ ജീവിച്ചിരുന്നവരെ അടിസ്ഥാനപ്പെടുത്തിയതോ ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത.
ആദ്യ ഭാഗത്തിൽ ഇന്ത്യൻ ചാരന്മാർ പാക് അധോലോകത്തിൽ നുഴഞ്ഞുകയറി നിർണായക സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതാണ് കഥയെങ്കിൽ രണ്ടാം ഭാഗത്തിൽ അവരുടെ ദീർഘകാലത്തെ കാത്തിരിപ്പ് സഫലമാകുന്നതാണ് കാണിക്കുന്നത്. ആദിത്യധറിന്റെ സംവിധാന മികവിനൊപ്പം വികാസ് നൗലാഖയുടെ ഛായാഗ്രഹണവും ശിവകുമാർ വി പണിക്കരുടെ എഡിറ്റിംഗും ശാശ്വത് സച്ദേവിന്റെ പശ്ചാത്തല സംഗീതവും ചേരുമ്പോൾ സിനിമ സാങ്കേതികമായി പൂർണ്ണതയിലെത്തുകയാണ്. വികാസ് നൗലാഖയുടെ ക്യാമറയും ചിത്രത്തിന്റെ പ്രധാന ആകർഷണമാണ്. പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന BGMമാണ് ദുരന്തറിന്റെ മറ്റൊരു പ്രത്യേകത. സാങ്കേതികമായി മികച്ചൊരു സിനിമാറ്റിക് അനുഭവം ആഗ്രഹിക്കുന്നവർക്ക് ദുരന്തർ നിരാശ നൽകില്ലെന്ന് തന്നെയാണ് സിനിമാസ്വാദകരടക്കം പറയുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത മേക്കിങ്ങും സംവിധാന ശൈലിയുമാണെങ്കിലും ചില സീനുകളിൽ മനഃപൂർവ്വമുള്ള പ്രൊപ്പഗൻഡ അജണ്ടകൾ ചേർത്തുവെന്ന വിമർശനം ശക്തമാണ്. പ്രത്യേകിച്ചും നോട്ട് നിരോധനവും UP രാഷ്ട്രീയവും പറയുന്ന രംഗങ്ങളിൽ അത് പ്രകടമാണെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട്. കേരളത്തെക്കുറിച്ചും ചിത്രത്തിലൊരു സീനിൽ പ്രതിപാദിക്കുന്നുണ്ട്. UP കഴിഞ്ഞാൽ ഈ സിനിമയിൽ പറയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനവും കേരളമാണ്. ചിത്രത്തിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ഭാഗങ്ങളും ചേർത്തുള്ള നിർമ്മാണ ചെലവ് കണക്കാക്കുമ്പോൾ 475 കോടിയിലധികം വരുമെന്നാണ് റിപ്പോർട്ടുകൾ. വമ്പൻ ബാനറുകളായ ജിയോ സ്റ്റുഡിയോസും B62 സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു സിനിമകൾ പോലെ വീണ്ടും തുടർച്ചകൾ ഉണ്ടാകില്ലെന്നും ദി റിവെഞ്ചോടെ സിനിമ പൂർത്തിയാകുമെന്നുമാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ദുരന്തർ ഒറ്റ സിനിമയായി പുറത്തിറക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ സിനിമയുടെ ദൈർഘ്യവും കഥയിലെ സങ്കീർണതകളും പ്രദർശനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് 2 ഭാഗങ്ങളാക്കിയത്. പിന്നീട് രണ്ടാം ഭാഗത്തിന് കൂടുതൽ കൂട്ടിയോജിപ്പിക്കലുകൾക്കായി 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വീണ്ടും ഷൂട്ട് ചെയ്തു. ഇതിനിടെ താരങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലവും ചർച്ചയാണ്. ദുരന്തറിന്റെ ആദ്യ ഭാഗത്തിൽ വാങ്ങിയ അതേ പ്രതിഫലമാണ് രണ്ടാം ഭാഗത്തിലും അഭിനേതാക്കൾക്ക് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ദുരന്തറിന്റെ രണ്ടാം ഭാഗത്തിൽ നായകൻ രൺവീർ സിംഗിന് ലഭിക്കുന്നത് 50 കോടി രൂപയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആദ്യ ഭാഗത്തിലും ഇതേ പ്രതിഫലമായിരുന്നു രൺവീറിന് ലഭിച്ചത്. വൻ വിജയം നേടുന്ന ചിത്രങ്ങളുടെ സീക്വലുകൾ പലപ്പോഴും പുറത്തെത്തുക വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. പക്ഷേ 2 ചിത്രങ്ങൾക്കിടയിലുള്ള ഇടവേള ഇവിടെ വെറും 3 മാസമാണെന്നതാണ് പ്രത്യേകത. 2 ചിത്രങ്ങളുള്ള ഫ്രാഞ്ചൈസിയുടെ പ്രതിഫലമെന്ന നിലയിൽ ഇത് ആദ്യമേ ഒപ്പിച്ച കരാറായിരിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യ ഭാഗത്തിൽ വൻ കയ്യടി നേടിയ അക്ഷയ് ഖന്ന രണ്ടാം ഭാഗത്തിൽ വാങ്ങുന്നത് 2.5 കോടിയാണെന്ന് റിലീസിന് മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹം അവതരിപ്പിച്ച റഹ്മാൻ ഡക്കായിറ്റ് എന്ന കഥാപാത്രം ജീവനോടെ സ്ക്രീനിൽ എത്തുന്നില്ല. അതിനാൽ തന്നെ പ്രതിഫലം സംബന്ധിച്ച റിപ്പോർട്ടുകൾ തെറ്റാകാനാണ് സാധ്യത. പ്രതിനായകനായ അർജുൻ രാംപാലിന് 1 കോടിയാണ് ദുരന്തർ 2-ലെ പ്രതിഫലം. മറ്റു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സഞ്ജയ് ദത്തിന് 10 കോടിയും R മാധവന് 9 കോടിയും നായിക സാറ അർജുന് 1 കോടിയുമാണ് പ്രതിഫലം. 150 കോടിക്ക് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശം സ്വന്തമാക്കിയത്. സാറ്റലൈറ്റ് അവകാശം 50 കോടിക്ക് സ്റ്റാർ ഗോൾഡും മ്യൂസിക് റിലീസ് അവകാശം T-Series 27 കോടിക്കുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് ഡീലായാണ് ഇതിനെ കണക്കാക്കുന്നത്. ആദ്യ ഭാഗം ഹിന്ദിയിൽ മാത്രമാണ് ഇറങ്ങിയതെങ്കിൽ രണ്ടാം ഭാഗം ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളിലും റിലീസ് ചെയ്തത് വലിയ വിജയത്തിന് കാരണമായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തന്നെ 1000 കോടി കളക്ഷൻ പിന്നിട്ട ചിത്രം 2000 കോടിയിലേക്ക് അടുക്കുകയാണ്. 1307 കോടി രൂപയാണ് ആദ്യ ഭാഗം നേടിയത്. ഈ കളക്ഷനുമായി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഫ്രാഞ്ചൈസിയുടെ ആകെ വരുമാനം 2447 കോടി രൂപയും പിന്നിട്ടു കഴിഞ്ഞു. ഇത് ബാഹുബലി ഫ്രാഞ്ചൈസിയുടെ കളക്ഷനേക്കാൾ കൂടുതലാണ്. ഇതോടെ 2 ഭാഗങ്ങളായി ഒരുങ്ങിയ ദുരന്തർ ഫ്രാഞ്ചൈസി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ഫിലിം ഫ്രാഞ്ചൈസിയായി മാറി. അടുത്ത ആഴ്ച കൂടെ പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി ഏകദേശം 3000 കോടി ഗ്രോസ് കളക്ഷൻ ചിത്രം നേടുമെന്നാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ. ചിത്രം ഇപ്പോഴും മികച്ച ഒക്യുപ്പൻസിയോടെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ടെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ദുരന്തറിന്റെ കളക്ഷൻ കണക്കുകൾ കൂടെ കുറച്ച് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ ആഗോള ഗ്രോസ് 1000 കോടി നേടുന്ന ഇന്ത്യൻ ചിത്രമെന്ന നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ 1088 കോടി രൂപ പിന്നിട്ട ചിത്രം നിലവിൽ 2000 കോടിയിലേക്കാണ് കുതിക്കുന്നത്. ജിയോ സ്റ്റുഡിയോസും B62 സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിച്ച ആദിത്യധർ രൺവീർ സിംഗ് ചിത്രം ദുരന്തർ 2 ഏറ്റവും വേഗത്തിൽ ആഗോള ഗ്രോസ് 1000 കോടി നേടുന്ന ഇന്ത്യൻ ചിത്രമായി മാറിയിരിക്കുകയാണ്. റിലീസ് ചെയ്ത ഒരാഴ്ചയ്ക്കുള്ളിൽ 1088 കോടി രൂപ ആഗോള ഗ്രോസായി നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ദുരന്തർ. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആദ്യ വീക്കെൻഡ് ഗ്രോസ് നേടിയ ചിത്രം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ പ്രവൃത്തി ദിവസങ്ങളിലും ഗംഭീര ബോക്സ് ഓഫീസ് പ്രകടനം നടത്തിയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യയ്ക്ക് പുറമെ വിദേശ മാർക്കറ്റിലും റെക്കോർഡ് കളക്ഷനാണ് ചിത്രം നേടുന്നത്. ആദ്യ വീക്കെൻഡിൽ നിന്ന് മാത്രം ചിത്രം ആഗോള ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് 761 കോടി രൂപയാണ്. ഇന്ത്യൻ സിനിമയിലെ ബോക്സ് ഓഫീസ് ചരിത്രം മാറ്റിയെഴുതുന്ന ചിത്രം ആഗോളതലത്തിൽ അഭൂതപൂർവമായ വിജയമാണ് നേടുന്നത്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഗോള ബ്ലോക്ക് ബസ്റ്റർ എന്ന നേട്ടം ആവർത്തിച്ചുകൊണ്ട് ഈ സ്പൈ ആക്ഷൻ ത്രില്ലർ ചിത്രം അതിന്റെ ആദ്യ ആഴ്ചയിലെ ഓരോ ദിവസവും എക്കാലത്തെയും റെക്കോർഡ് കളക്ഷനാണ് സ്വന്തമാക്കിയത്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ദുരന്തറിന്റെ ഈ രണ്ടാം ഭാഗം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഇതിഹാസ സമാനമായ വിജയമാണ് നേടിയെടുത്തത്. ഏറ്റവും
വേഗതയേറിയ 1000 കോടി, ഏറ്റവും വലിയ ആദ്യ വീക്കെൻഡ് ഗ്രോസർ, ഹിന്ദി സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആദ്യദിന ആഗോള ഗ്രോസർ എന്നീ റെക്കോർഡുകളും ഇപ്പോൾ ഈ ചിത്രത്തിന്റെ പേരിലാണ്. ചിത്രത്തിന്റെ ഓരോ ദിവസത്തെയും കളക്ഷൻ ബ്രേക്കപ്പ് നോക്കിയാൽ ഇപ്രകാരമാണ്. ആദ്യ വീക്കെൻഡിൽ 466 കോടിയും, തിങ്കളാഴ്ച 64 കോടി രൂപയും, ചൊവ്വാഴ്ച 58 കോടി രൂപയും, ബുധനാഴ്ച 49 കോടി രൂപയും, വ്യാഴാഴ്ച 53 കോടി രൂപയും നേടിയിട്ടുണ്ട്. 8 ദിവസം നീണ്ട ആദ്യ ആഴ്ചയിൽ ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയ നെറ്റ് ഗ്രോസ് കളക്ഷൻ 690 കോടി രൂപയാണ്. ഇന്ത്യയിൽ നിന്ന് 8 ദിനം കൊണ്ട് നേടിയ ടോട്ടൽ ഗ്രോസ് 814 കോടി രൂപയും, വിദേശ മാർക്കറ്റിൽ നിന്നും ചിത്രം നേടിയ ഗ്രോസ് കളക്ഷൻ 274 കോടി രൂപയും, ചിത്രത്തിന്റെ ലോകമെമ്പാടുമുള്ള ആകെ ഗ്രോസ് കളക്ഷൻ 1088 കോടി രൂപയുമാണ്. ജിയോ സ്റ്റുഡിയോസ്, B62 സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ജ്യോതി ദേശ്പാണ്ഡെ, ലോകേഷ് ധർ, ആദിത്യ ധർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ഒരു കൊടുങ്കാറ്റ് പോലെ ആഗോള ബോക്സ് ഓഫീസിൽ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ സിനിമാ ലോകം ഇപ്പോൾ ദുരന്തർ 2 സാക്ഷ്യം വഹിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. രൺബീർ സിംഗിനെ നായകനാക്കി ആദിത്യ ധർ സംവിധാനം ചെയ്ത ദുരന്തർ 2 ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ സിനിമ 1000 കോടി മറികടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ദുരന്തന്റെ വമ്പൻ വിജയത്തെ തുടർന്ന് അക്ഷയ് കുമാർ ചിത്രം ഭൂത് ബംഗ്ലയുടെ റിലീസ് മാറ്റിവെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യ ധർ സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ. സിനിമയുടെ രണ്ടാം ഭാഗമായ ദുരന്തർ 2 ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ സിനിമ 1000 കോടി മറികടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ദുരന്തന്റെ വമ്പൻ വിജയത്തെ തുടർന്ന് അക്ഷയ് കുമാർ ചിത്രമായ ഭൂത് ബംഗ്ലയുടെ റിലീസ് മാറ്റിവെച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. റിലീസ് ചെയ്തിടത്തെല്ലാം വമ്പൻ മുന്നേറ്റമാണ് ദുരന്തർ 2 കാഴ്ചവെക്കുന്നത്. 1000 കോടിയും പിന്നിട്ട ചിത്രം ഇപ്പോൾ 2000 കോടിയിലേക്കാണ് കുതിക്കുന്നത്. ഐമാക്സ് സ്ക്രീനുകളടക്കം രൺവീർ ചിത്രം കൈയടക്കിയിട്ടുണ്ട്. ചിത്രവുമായി ക്ലാഷ് ഒഴിവാക്കാനാണ് അക്ഷയ് കുമാർ ചിത്രത്തിന്റെ റിലീസ് മാറ്റിയത്. ഏപ്രിൽ 10-നാണ് ഭൂത് ബംഗ്ലയുടെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇനി ഏപ്രിൽ 17-നാകും ചിത്രം റിലീസ് ചെയ്യുക. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഭൂത് ബംഗ്ല ഒരു ഹൊറർ കോമഡി ചിത്രമായാണ് ഒരുങ്ങുന്നത്. പരേഷ് റാവൽ, വാമിക ഗബി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. അക്ഷയ് കുമാറിനൊപ്പം പ്രിയദർശൻ 14 വർഷത്തിന് ശേഷം ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. അക്ഷയ് കുമാർ, ശോഭ കപൂർ, ഏക്ത കപൂർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആകാശ് കൗശികിന്റെ കഥയ്ക്ക് രോഹൻ ശങ്കർ, അഭിലാഷ് നായർ, പ്രിയദർശൻ എന്നിവർ ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. രോഹൻ ശങ്കറാണ് സംഭാഷണം. ബോളിവുഡിൽ ഏറ്റവും ആരാധകരുള്ള കൂട്ടുകെട്ടാണ് പ്രിയദർശൻ, അക്ഷയ് കുമാർ എന്നിവരുടേത്. നിരവധി ഹിറ്റ് കോമഡി ചിത്രങ്ങളാണ് ഈ കൂട്ടുകെട്ടിൽ പുറത്തു വന്നിട്ടുള്ളത്. ഏറെ കാലത്തിനു ശേഷം വീണ്ടും ഇരുവരും ഒന്നിക്കുമ്പോൾ ഒരു വമ്പൻ ഹിറ്റ് തന്നെയാണ് താരത്തിന്റെ ആരാധകരും ബോളിവുഡ് സിനിമാ പ്രേമികളും പ്രതീക്ഷിക്കുന്നത്. അതേസമയം ദുരന്തറിന്റെ മേക്കിങ്ങിനും രൺവീറിന്റെ പ്രകടനത്തിനും കയ്യടികൾ ലഭിക്കുകയാണ്. ഗംഭീര പ്രകടനമാണ് രൺവീറിന്റേതെന്നും 4 മണിക്കൂറോളമുള്ള സിനിമ താങ്ങി നിർത്തുന്നത് തന്നെ രൺവീർ ആണെന്നും സിനിമ അനലിസ്റ്റുകൾ പറയുന്നു. ചിത്രത്തിന്റെ മേക്കിങ്ങും ആക്ഷൻ സീനുകളും മികച്ചു നിൽക്കുന്നുവെന്നും കമന്റുകളുണ്ട്. ഏറെ ആവേശത്തോടെ ചിത്രത്തെ കാത്തിരിക്കുന്ന ആരാധകരിൽ നിന്നും വമ്പൻ ഡിമാൻഡാണ് ചിത്രത്തിന്റെ ടിക്കറ്റുകൾക്കായി ഉയരുന്നത്. രൺവീർ സിംഗ് അവതരിപ്പിക്കുന്ന ജസ്കിരത് സിംഗ് രംഗി എന്ന കഥാപാത്രത്തെയാണ് ഈ ചിത്രം പിന്തുടരുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ദുരന്തർ വിട്ട് ഇനി മറ്റു സിനിമാ വിശേഷങ്ങൾ കൂടെ നമുക്ക് നോക്കാം. മലയാളത്തിൽ കുറ്റാന്വേഷണ സിനിമകളുടെ തലവര തന്നെ മാറ്റിമറിച്ച സേതുരാമയ്യർ CBI ഫ്രാഞ്ചൈസിയുടെ 6ാം ഭാഗം വരുന്നു. സംവിധായകൻ K. മധു തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. സീരീസിലെ എല്ലാ സിനിമകളും മികച്ച വിജയം നേടിയതോടെ ആരാധകരും പ്രതീക്ഷയിലാണ്. മലയാള സിനിമയുടെ സ്വന്തം ജെയിംസ് ബോണ്ടായാണ് സേതുരാമയ്യരെ പലരും വിശേഷിപ്പിക്കുന്നത്. CBI ഫ്രാഞ്ചൈസികളിലൂടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി നിറഞ്ഞാടിയ ഈ വേഷത്തിന് ഇന്നും ആരാധകരേറെയാണ്. സേതുരാമയ്യരുടെ കൂർമ്മബുദ്ധി ഉപയോഗിച്ച് ഏറെ രസകരമായി അണിയിച്ചൊരുക്കിയത് 5 സിനിമകളാണ്. മലയാളത്തിൽ കുറ്റാന്വേഷണ സിനിമകളുടെ തലവര തന്നെ മാറ്റിമറിച്ച സിനിമയുടെ 6ാം ഭാഗം വരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. സംവിധായകൻ K. മധുവിന്റെ വാക്കുകളാണ് ഇതിനാധാരം. CBIയുടെ 6ാം ഭാഗം ഉടൻ വരുമെന്നാണ് K. മധു ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ CBIയുടെ 6ാം ഭാഗം വരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ വന്നിരുന്നില്ല. ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ ആരാധകർക്കുള്ള സന്തോഷ വാർത്ത എത്തിയത്. SN സ്വാമിയുടെ തിരക്കഥയിൽ K. മധു സംവിധാനം ചെയ്ത സിനിമകളാണ് CBI സീരീസുകൾ. 1988-ലായിരുന്നു ആദ്യ സിനിമ റിലീസ് ചെയ്തത്. കോളിളക്കമുണ്ടാക്കിയ ഓമന കൊലക്കേസുമായി എത്തിയ പടം കണ്ട മലയാളികൾ ഒന്നടങ്കം കൈയടിച്ചു. തൊട്ടടുത്ത വർഷം സിനിമാ നടിയുടെ കൊലപാതക കഥ പറഞ്ഞ് ജാഗ്രതയും എത്തി. 5 കൊലപാതകങ്ങളിൽ 1 ചെയ്തത് താനല്ലെന്ന പ്രതിയുടെ വെളിപ്പെടുത്തലായിരുന്നു 2004-ലെ സേതുരാമയ്യർ CBIക്ക് ആധാരമായത്. 2005-ൽ പുറത്തിറങ്ങിയ നേരറിയാൻ CBIയും മികച്ച വിജയം നേടി. ഒരു സ്ത്രീയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ 4ാം കഥയും പ്രേക്ഷകർ കയ്യടിയോടെ വരവേറ്റു. ശേഷം 17 വർഷത്തെ ഇടവേളയ്ക്കൊടുവിലാണ് 5ാം ഭാഗം എത്തിയത്. വൻ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രം റിലീസ് ചെയ്തതെങ്കിലും വേണ്ടത്ര വിജയം നേടാൻ സാധിച്ചില്ലെന്നതാണ് വാസ്തവം. CBI 5 ദി ബ്രെയിൻ വമ്പൻ പ്രീ റിലീസ് ബുക്കിംഗ് നേടിയിരുന്നെങ്കിലും റിലീസിന് ശേഷം സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്.
സേതുരാമയ്യരായുള്ള മമ്മൂട്ടിയുടെ പ്രകടനം ശ്രദ്ധ നേടിയെങ്കിലും സിനിമയുടെ മേക്കിംഗും തിരക്കഥയും മറ്റു പ്രകടനങ്ങളും വിമർശനത്തിനിരയായി. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 37 കോടി രൂപ സിനിമ നേടിയിരുന്നു. രഞ്ജി പണിക്കർ, സുദേവ്, ആശാ ശരത് തുടങ്ങി വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. മലയാള സിനിമയിൽ നിരവധി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ സമ്മാനിച്ച സ്വർഗചിത്രയുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവ് കൂടെയായിരുന്നു സിബിയുടെ 5ാം ഭാഗം. അതേസമയം ആദ്യ 5 ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു ടീം തന്നെ ഇത്തവണ സേതുരാമയ്യരുമായി എത്തുമെന്നാണ് സൂചനകൾ. രേഖാചിത്രം എന്ന ഹിറ്റ് ചിത്രമൊരുക്കിയ ജോഫിൻ ടി ചാക്കോയാകും ഈ 6ാം ഭാഗം ഒരുക്കാൻ പോകുന്നതെന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല. കെ മധുവാണ് സിബിയുടെ ആദ്യ 5 ഭാഗങ്ങളും സംവിധാനം ചെയ്തിരിക്കുന്നത്. SN സ്വാമിയാണ് ഈ സീരീസിലെ എല്ലാ സിനിമകളുടെയും തിരക്കഥയൊരുക്കിയത്. 6ാം ഭാഗവുമായി സേതുരാമയ്യർ എത്തുമ്പോൾ വിജയം ആവർത്തിക്കുമെന്ന് പലരും സമൂഹമാധ്യമങ്ങളിലൂടെ കുറിക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഭീഷ്മർ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത ഭീഷ്മർ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമായി മാറി. ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന 8ാമത്തെ ചിത്രം കൂടെയാണിത്. പ്രേക്ഷകരെ ചിരിപ്പിച്ചും ത്രില്ലടിപ്പിച്ചും ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഭീഷ്മർ തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത ഭീഷ്മർ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമായി മാറി. ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രത്തിന്റെ വിതരണം നിർവഹിക്കുന്നത്. മലയാളികളുടെ പ്രിയ താരങ്ങളായ ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് ഭീഷ്മർ. കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിന് ശേഷം ഈസ്റ്റ് കോസ്റ്റ് വിജയനും വിഷ്ണു ഉണ്ണികൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. റൊമാന്റിക് കോമഡി ത്രില്ലർ ജോണറിലെത്തിയ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളും മികച്ചതാണ്. ധ്യാൻ ശ്രീനിവാസിന്റെ ഫൈറ്റ് സീനുകൾക്കും മികച്ച കയ്യടികൾ തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഫീനിക്സ് പ്രഭു, മാഫിയ ശശി എന്നിവർ ചേർന്നാണ് സംഘടന രംഗങ്ങൾ ഒരുക്കിയത്. ഞാനിതിന് മുന്നേ വരുന്നതിന് മുന്നേ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വെയിറ്റ് കുറച്ചിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ഇവൻ വെയിറ്റ് കുറച്ചിട്ട് വന്നു. പക്ഷെ 5 കിലോ കുറച്ചു. ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ സാറ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി 5 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാറ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഫൈറ്റ് വന്ന സമയത്ത് എനിക്ക് ഓൾറെഡി ഈ കാല് ലുക്മാൻ വളരെ ചവിട്ടി ഓട്ടിയിട്ട് കയ്യിൽ പ്ലേറ്റ് ഇട്ടിരിക്കുകയാണ്. ഇവിടെ മുട്ട് ഇതേപോലെ ചെറുങ്ങനെ തേയ്മാനം സംഭവിച്ച് മുട്ടിനും പ്രശ്നമുണ്ട്. അപ്പം ഈ പൊക്കിച്ചവിട്ടുക എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒറ്റക്കാലിൽ പൊട്ടി ചവിട്ടുമ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇത് വരും. കാരണം പക്ഷെ സെന്തിൽ സഹകരിച്ചു. അപ്പം വലിയ ഇതില്ലാതെ അടികൊണ്ട് സെന്തിലങ്ങ് പോയി. അപ്പൊ അധികം ചവിട്ടേണ്ടി വന്നില്ല. ആ ഒറ്റ ചവിട്ട് തന്നെ ഏകദേശം ഓക്കെ ആയിരുന്നു. ഫൈറ്റ് പിന്നെ നമ്മൾ ഫീനിക്സ് ആയിരുന്നു. ഫീനിക്സ്, അതെ. അപ്പൊ ഫീനിക്സുമായിട്ട് ഓൾറെഡി കുറെ പടങ്ങൾ ഫൈറ്റ് ചെയ്തത് ഉള്ളതുകൊണ്ട് ഫീനിക്സുമായിട്ട് നല്ല സിങ്കാണ്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല. ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഒരേ മുഖത്തിലൊക്കെ അവസാനത്ത് അതും വിട്ടുകൊണ്ട് ചാവുന്ന അവസാനം മാത്രമുണ്ട്. ഫൈറ്റ് തന്നെ ചെയ്ത് പോകുമ്പോൾ അങ്ങനെ രസമാണ്. പക്ഷെ ഫിറ്റ്നസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ. പക്ഷെ ഇതില് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫൈറ്റ് കാണാൻ ചേട്ടന്റെ. അതെ, എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഒരു ആരോഗ്യം കുറച്ചുകൂടെ ഒന്ന് ഫിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഉണ്ണിയുടെ ഫൈറ്റാണ്. ഉണ്ണി മറ്റേ കോളേജിൽ ക്യാൻറ്റീനിലൊരു LKG കുട്ടീനെ അടിച്ച് പിടിക്കുന്നുണ്ട്, ചെറിയൊരു കുട്ടീനെ. അതിൽ ഉണ്ണിയുടെ അടി അതൊരു വളരെയധികം ആസ്വദിച്ചാണ് സിനിമയിലെ ഓരോ രംഗങ്ങളും ചെയ്തതെന്ന് വിഷ്ണു ഉണ്ണികൃഷ്ണനും പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം വിജയേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ലൊക്കേഷനിൽ. ഞങ്ങൾ നേരത്തെ ഇന്റർവ്യൂലൊക്കെ ഇരുന്നപ്പോൾ പറഞ്ഞതാണ്, ഒരു പ്രിൻസിപ്പള് പിള്ളേരെ ഇങ്ങനെ വളരെ ചിട്ടയോടുകൂടി കൊണ്ടുപോകുന്ന പോലെയാണ് ലൊക്കേഷൻ. അത് അറിയാൻ വന്നതോടുകൂടി അതിനൊരു ഇത് വന്നു. ഞങ്ങളവിടെ ഫുൾ ചില്ലിങ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. ഭയങ്കര എന്താ പറയുക, എൻജോയ് ചെയ്ത് വെക്കേഷൻ പോലെ തന്നെയായിരുന്നു ലൊക്കേഷൻ. ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും നാളായി, സെപ്റ്റംബറിലായിരുന്നു ഷൂട്ട്. ഇന്ന് സിനിമ കാണുമ്പോഴാണ് ആ ഓരോ സീനും വരുമ്പോൾ നമ്മൾ ഓർത്തോർത്ത് ചിരിക്കണമായിരുന്നു. ഇത്രയും എൻജോയ് ചെയ്ത് കണ്ട സിനിമയില്ല ഈ അടുത്ത കാലത്ത്. ഭയങ്കര രസമായിട്ടിരുന്നു, തിയേറ്ററിൽ എൻജോയ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ലൊക്കേഷൻ മൊത്തം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഫണ്ണായിരുന്നു മൊത്തത്തിൽ.
ദിവ്യപിള്ള, അമ്മേര എന്നിവർ നായികമാരാകുന്ന ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെയുണ്ട്. ഇന്ദ്രൻസ്, ഉണ്ണിലാലു, ഷാജു ശ്രീധർ, അഖിൽ കവലയൂർ, സെന്തിൽ കൃഷ്ണ, ജിബിൻ ഗോപിനാഥ്, അബു സലീം, ജയൻ ചേർത്തല തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന 8ാമത്തെ ചിത്രമാണ് ഭീഷ്മർ. അൻസാജ് ഗോപിയുടേതാണ് കഥ. രതീഷ് റാം ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജോൺകുട്ടിയാണ്. പാലക്കാടും പരിസര പ്രദേശങ്ങളിലുമായി ഒറ്റ ഷെഡ്യൂളിൽ 42 ദിവസങ്ങൾ കൊണ്ടാണ് ഭീഷ്മറിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമയാണ് പാട്രിയറ്റ്. 19 വർഷങ്ങൾക്ക് ശേഷം താരരാജാക്കന്മാർ ഒരുമിക്കുമ്പോൾ പ്രേക്ഷകരും പ്രതീക്ഷയിലാണ്. ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഏപ്രിൽ 23-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലറും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് പേട്രിയറ്റ്. 19 വർഷത്തിനു ശേഷം മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നതിനാൽ പ്രേക്ഷകരും ഏറെ പ്രതീക്ഷയിലാണ്. ഇത്രയും വലിയ ഇടവേളയ്ക്ക് ശേഷം എത്തുന്നതിനാൽ തന്നെ മമ്മൂട്ടി മോഹൻലാൽ ടീം ഒന്നിച്ചഭിനയിക്കുന്ന ഈ ചിത്രത്തിലെ ഹൈലൈറ്റ് ആയിരിക്കും ഇവരുടെ കോമ്പിനേഷൻ രംഗങ്ങൾ. മഹേഷ് നാരായണൻ ഒരുക്കുന്ന ഈ മൾട്ടിസ്റ്റാർ സിനിമയിൽ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഏപ്രിൽ 23-ന് ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായതിനു പിന്നാലെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ്. 3 മിനിറ്റ് 29 സെക്കൻഡാണ് ട്രെയിലറിന്റെ റണ്ണിംഗ് ടൈം. ഇതോടെ മലയാളത്തിൽ വന്നിട്ടുള്ള ദൈർഘ്യമുള്ള ട്രെയിലറുകളിൽ ഒന്നായി പാട്രിയറ്റിന്റെ ട്രെയിലർ മാറി. ഇതിന് തൊട്ടു മുൻപിറങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ലൂസിഫറിന്റെ ട്രെയിലറിന് 3 മിനിറ്റ് 22 സെക്കൻഡും എമ്പുരാന്റേതിന് 3 മിനിറ്റ് 51 സെക്കൻഡും ദൈർഘ്യമുണ്ടായിരുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുക്കുന്ന പേട്രിയറ്റ് അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നതെന്ന സൂചനകളാണ് ട്രെയിലർ നൽകുന്നത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഗംഭീര ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റായി മാറുമെന്നും ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. അതേസമയം ചിത്രത്തിൽ താൻ വില്ലൻ വേഷമാണ് അവതരിപ്പിക്കുന്നതെന്ന് ഫഹദ് ഫാസിൽ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ചടങ്ങിൽ വെച്ച് പ്രേക്ഷകരോട് സംസാരിക്കവെയാണ് ഫഹദ് ഈ അപ്ഡേറ്റ് പുറത്തുവിട്ടത്. ഒരുപാട് സർപ്രൈസുകളുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് പേട്രിയറ്റ് എന്നും സിനിമയിൽ ഫാൻ മൊമെന്റുകൾ ഉറപ്പായും ഉണ്ടാകുമെന്നും സംവിധായകൻ മഹേഷ് നാരായണനും വ്യക്തമാക്കിയതാണ്. വിമത ശബ്ദങ്ങൾ ദേശസ്നേഹത്തിന്റേതാണ്. ദേശദ്രോഹികൾ നിറയുന്ന ഈ ലോകത്ത് ഒരു ദേശസ്നേഹിയാകൂ എന്ന കുറിപ്പോടെയാണ് സിനിമയിലെ അഭിനേതാക്കളുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ടിരുന്നത്. ആന്റോ ജോസഫ് ഫിലിം കമ്പനി, കിച്ചപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആന്റോ ജോസഫ്, KG അനിൽകുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. CR സലീം പ്രൊഡക്ഷൻസ്, ബ്ലൂ ടൈഗർ ലണ്ടൻ എന്നീ ബാനറുകളിൽ CR സലീം, സുഭാഷ് ജോർജ് മാനുവൽ എന്നിവരാണ് ചിത്രത്തിന്റെ സഹനിർമ്മാണം. ശ്രീലങ്കയിലാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ശ്രീലങ്ക, അസർബൈജാൻ, ഡൽഹി, ഷാർജ, കേരളത്തിലെ വിവിധ ലൊക്കേഷനുകൾ, ലഡാക്ക്, ഹൈദരാബാദ്, UK എന്നിവിടങ്ങളിൽ ഷൂട്ട് പൂർത്തിയാക്കിയ ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചിരിക്കുന്നത്. മാനുഷ് നന്ദൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് സുഷിൻ ശ്യാമാണ്. മഹേഷ് നാരായണൻ, രാഹുൽ രാധാകൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത്. വെക്കേഷൻ റിലീസ് ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ കളക്ഷനുകൾ നേടാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ജിനു ജോസഫ്, രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദിഖ്, സനൽ അമൻ, ദർശന രാജേന്ദ്രൻ, സെറീൻ ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ, പത്താൻ തുടങ്ങിയവയിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും ചിത്രത്തിന്റെ താരനിരയിലുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഇനി നമ്മൾ പോകുന്നത് നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു സിനിമയുടെ റിപ്പോർട്ടിലേക്കാണ്. നടനും TVK നേതാവുമായ വിജയുടെ ഏറ്റവും അവസാനത്തെ ചിത്രമാണ് ജനനായകൻ. പൊങ്കൽ റിലീസായി ജനുവരി 9-ന് ചിത്രം റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സെൻസർ ബോർഡ് അനുമതി ലഭിക്കാത്തതിനാൽ റിലീസ് നീളുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. നടനും TVK നേതാവുമായ വിജയുടെ ഏറ്റവും അവസാനത്തെ ചിത്രമാണ് ജനനായകൻ. അതിനാൽ തന്നെ ആരാധകരും ഏറെ ആവേശത്തോടെയാണ് സിനിമയുടെ വരവിനായി കാത്തിരിക്കുന്നത്. പൊങ്കൽ റിലീസായി ജനുവരി 9-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ സെൻസർ ബോർഡ് അനുമതി ലഭിക്കാത്തതിനാൽ ജനനായകൻ ഇതുവരെയും തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടില്ല. ജനനായകന്റെ കാലതാമസം മൂലം തമിഴ്നാട് ബോക്സ് ഓഫീസിന് ഏകദേശം 100 കോടി രൂപയുടെ നഷ്ടം വരുത്തിയിട്ടുണ്ടെന്ന കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വിജയ് ചിത്രം ജനനായകനും ശിവകാർത്തികേയന്റെ പരാശക്തിയും ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടേണ്ടതായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ജനനായകൻ ഏകദേശം 150 മുതൽ 200 കോടി രൂപയ്ക്കടുത്ത് നേട്ടമുണ്ടാക്കുമെന്നായിരുന്നു പ്രതീക്ഷകൾ. പൊങ്കലിന് റിലീസ് ചെയ്ത കാർത്തിയുടെ വാവാതിയാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു. അതേസമയം JBയുടെ തലൈവർ തമ്പി തലൈമയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം 30 കോടിയോളം രൂപയാണ് നേടിയത്. പരാശക്തിയും റിലീസ് ചെയ്തതിനു ശേഷം
ശേഷം ജനുവരിയിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏകദേശം 85 കോടി രൂപ ലഭിച്ചു. ഇതോടെയാണ് ജനനായകന്റെ കാലതാമസം കാരണം തമിഴ്നാട് ബോക്സ് ഓഫീസിന് ഏകദേശം 100 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന നിഗമനത്തിലെത്തിയത്. ജനനായകന്റെ കാലതാമസവും ചിത്രത്തിന്റെ റിലീസിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വവും കാരണം മറ്റുള്ള റിലീസ് ഷെഡ്യൂൾ താറുമാറായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജനനായകന്റെ നിയമപരമായ തർക്കങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ റിലീസ് ചെയ്യാൻ കഴിയൂ. ജനനായകൻ റിലീസ് ചെയ്താൽ കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുകയും ടിക്കറ്റുകളിലൂടെയും ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പനയിലൂടെയും തിയേറ്ററുകൾക്ക് പണം സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യും. റിലീസ് നീണ്ടുപോകുന്നതിന് പിന്നാലെ OTT പ്ലാറ്റ്ഫോമുകളും ചിത്രം ഉപേക്ഷിച്ചത് വലിയ തിരിച്ചടിയായിരുന്നു. ചിത്രം എന്നതിലുപരി തമിഴ്നാട് രാഷ്ട്രീയത്തെ പോലും ബാധിക്കുന്ന ഒന്നായി ജനനായകൻ മാറിക്കഴിഞ്ഞു. ചിത്രം തെരഞ്ഞെടുപ്പിന് മുൻപ് എത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകൾ എത്തിയിട്ടുണ്ട്. യശ് നായകനാകുന്ന ടോക്സിക് തിയേറ്ററുകളിൽ എത്തിയതിനു ശേഷം മാത്രമേ ജനനായകൻ റിലീസ് ചെയ്യുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. ജനനായകന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് തന്നെയാണ് ടോക്സിക്കിന്റെയും നിർമ്മാതാക്കൾ. മുടങ്ങിക്കിടക്കുന്ന സെൻസറിംഗ് നടപടികളും വൈകാതെ പൂർത്തിയാകുമെന്നാണ് വിവരം. ഈ മാസം 9-ന് CBFC റിവൈസിംഗ് കമ്മിറ്റി ചിത്രം കാണുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഒരാൾ രോഗബാധിതനായതിനാൽ അത് നടന്നിരുന്നില്ല. ജനനായകൻ ജൂണിലോ ജൂലൈയിലോ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രം വിജയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് റിലീസ് ചെയ്തേക്കാം. ജൂൺ 22-നാണ് വിജയുടെ പിറന്നാൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി സിനിമാ തട്ടകത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.